ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഭീഷ്മർ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ഭീഷ്മർ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി. ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന 8ാമത്തെ ചിത്രം കൂടെയാണിത്. പ്രേക്ഷകരെ ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഭീഷ്മർ തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ഭീഷ്മർ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ വിതരണം നിർവഹിക്കുന്നത്. മലയാളികളുടെ പ്രിയ താരങ്ങളായ ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് ഭീഷ്മർ. കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിന് ശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയനും വിഷ്ണു ഉണ്ണികൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. റൊമാന്റിക് കോമഡി ത്രില്ലർ ജോണറിലെത്തിയ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും മികച്ചതാണ്. ധ്യാൻ ശ്രീനിവാസന്റെ ഫൈറ്റ് സീനുകൾക്കും മികച്ച കയ്യടികൾ തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഫീനിക്സ് പ്രഭു, മാഫിയ ശശി എന്നിവർ ചേർന്നാണ് സംഘടന രംഗങ്ങൾ ഒരുക്കിയത്. ഞാനിതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷെ 5 കിലോ കുറച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഈ കാല് ലുക്മാൻ വളരെ ചവിട്ടി ഓട്ടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പൊ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ നമ്മൾ ഫീനിക്സ് ആയിരുന്നു. ഫീനിക്സ്, അതെ. അപ്പൊ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറെ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്കാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഒരേ മുഖത്തിലൊക്കെ അവസാനത്ത് അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമുണ്ട്. ഫൈറ്റ് തന്നെ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ രസമാണ്. പക്ഷെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. പക്ഷെ ഇതില് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫൈറ്റ് കാണാൻ ചേട്ടന്റെ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് പിടിക്കുന്നുണ്ട്, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി അതൊരു വളരെയധികം ആസ്വദിച്ചാണ് സിനിമയിലെ ഓരോ രംഗങ്ങളും ചെയ്തതെന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണനും പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം വിജയേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ലൊക്കേഷനിൽ. ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂലൊക്കെ ഇരുന്നപ്പോൾ പറഞ്ഞതാണ്, ഒരു പ്രിൻസിപ്പള് പിള്ളേരെ ഇങ്ങനെ വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്ന പോലെയാണ് ലൊക്കേഷൻ. അത് അറിയാൻ വന്നതോടുകൂടി അതിനൊരു ഇത് വന്നു. ഞങ്ങളവിടെ ഫുൾ ചില്ലിങ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു, ഭയങ്കര എന്താ പറയുക എൻജോയ് ചെയ്ത് വെക്കേഷൻ പോലെ തന്നെയായിരുന്നു ലൊക്കേഷൻ. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും നാളായി, സെപ്റ്റംബറിലായിരുന്നു ഷൂട്ട്. ഇന്ന് സിനിമ കാണുമ്പോഴാണ് ആ ഓരോ സീനും വരുമ്പോൾ നമ്മൾ ഓർത്തോർത്ത് ചിരിക്കണമായിരുന്നു. ഇത്രയും എൻജോയ് ചെയ്ത് കണ്ട സിനിമയില്ല ഈ അടുത്ത കാലത്ത്. ഭയങ്കര രസമായിട്ടിരുന്നു, തിയേറ്ററിൽ എൻജോയ് ചെയ്തു, ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൊക്കേഷൻ മൊത്തം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഫണ്ണായിരുന്നു മൊത്തത്തിൽ. ദിവ്യപിള്ള, അമ്മേര എന്നിവർ നായികമാരാകുന്ന ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെയുണ്ട്. ഇന്ദ്രൻസ്, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, അഖിൽ കവലയൂർ, സെന്തിൽ കൃഷ്ണ, ജിബിൻ ഗോപിനാഥ്, അബു സലീം, ജയൻ ചേർത്തല തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന 8ാമത്തെ ചിത്രമാണ് ഭീഷ്മർ. അൻസാജ് ഗോപിയുടേതാണ് കഥ. രതീഷ് റാം ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോൺകുട്ടിയാണ്. പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമായി ഒറ്റ ഷെഡ്യൂളിൽ 42 ദിവസങ്ങൾ കൊണ്ടാണ് ഭീഷ്മറിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.